9 വനിതകളെയും വളരെ മോശമായ രീതിയിലുള്ള അസഭ്യവാക്കുകളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു തരത്തിൽ അവിടുത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി നിൽക്കുന്ന വനിതകളൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുക. ഇത് മാത്രമാണ് നമുക്കുള്ളത്. അത് ഞങ്ങൾ ജനപ്രതിനിധികളടക്കമാണ് പോകുന്നത്. നിയമം അറിയാവുന്ന ഒരു വ്യക്തി, ജനാധിപത്യ വിശ്വാസി. അപ്പം ജനങ്ങളുടെ എങ്ങനെ ഇടപെടണം, സാധാരണക്കാരോട് എങ്ങനെ ഇടപെടണമെന്ന് യാതൊരു രീതിയിലും അദ്ദേഹത്തിന് ബോധ്യമില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. വനിതകളോട് ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ അവിടുത്തെ BJP പ്രവർത്തകരായിട്ടുള്ളവരോട് ഇവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അവർ പറയുന്നത് ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങളുടെയാണ്, CPM-ൻ്റെ ആണ്, ഇവിടെ പുറത്തുനിന്ന് ആർക്കും വരാൻ പറ്റില്ല, നിങ്ങളിവിടെ വന്ന് കയറാൻ പറ്റില്ല, ഞങ്ങൾ അനുവദിക്കില്ല. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഭവന സന്ദർശനത്തിനെത്തിയ BJPയുടെ മഹിളാ പ്രവർത്തകരെ CPM നേതാക്കൾ തടഞ്ഞു. തിരുവല്ല ചുമത്ര എന്ന സ്ഥലത്ത് ഭവന സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് അരുണിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം CPM പ്രവർത്തകർ BJPയുടെ മഹിളാ മോർച്ച പ്രവർത്തകരെ തടയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇവരെ തടയുകയും അസഭ്യം നടത്തുകയും വാക്കുതർക്കം ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത്? നമ്മൾ ഒരു 20 വീടോളം കയറി, 21 വീടോളം കയറി. അതിനുശേഷമാണ് പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും റോഡിൽ വന്ന് നിന്ന് തടയുകയായിരുന്നു. ഇനി ഇവിടെ ഒരു വീട് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റില്ല. അത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ CPM-ൻ്റെ ഏരിയയാണ്. അതുകൊണ്ട് ഒരു വീട്ടിലേക്കും കയറാനോ ഇവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ലഘുലേഖകൾ നൽകാനോ അവർ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോസ്റ്ററുകളെല്ലാം അവർ വലിച്ചു കീറി കളഞ്ഞു. അവരോടൊപ്പം തന്നെ അവിടെ നിന്ന് തന്നെ അവർ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റുള്ളവരെ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ നിഷേധിച്ചു. അതോടൊപ്പം ഞങ്ങൾ 9 വനിതകളുണ്ടായിരുന്നു. ഈ 9 വനിതകളെയും വളരെ മോശമായ രീതിയിലുള്ള അസഭ്യവാക്കുകളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു തരത്തിൽ അവിടുത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി നിൽക്കുന്ന വനിതകളൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ വേറൊന്നിനും വന്നതല്ല. ഞങ്ങൾക്ക് മഹിളാ സ്ക്വാഡുകളായിട്ട് നമ്മുടെ മണ്ഡലത്തിലെ BJP എടുത്തിരിക്കുന്ന തീരുമാനം മണ്ഡലത്തിലെ മഹിളാ സ്ക്വാഡുകളായിട്ട് മണ്ഡലത്തിലെ മുഴുവൻ വനിതകളെയും തിരിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിൽ ഇറക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുക. ഇത് മാത്രമാണ് നമുക്കുള്ളത്. അത് ഞങ്ങൾ ജനപ്രതിനിധികളടക്കമാണ് പോകുന്നത്. താങ്കൾ ജനപ്രതിനിധിയാണ്? ഞാൻ നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിലെ 3ാം ടേമാണ് ഞാനിപ്പോൾ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ അവിടെയുള്ള CPM-ൻ്റെ മുതിർന്ന നേതാക്കളുടെ, നെടുമ്പ്രത്തുള്ള മുതിർന്ന നേതാക്കളുടെ പേര് പറഞ്ഞു. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, അവിടെ നമ്മൾ എങ്ങനെയാണ് സഹകരിക്കുന്നത്. എല്ലാം സൗഹൃദപരമായിട്ടാണ് ഇലക്ഷനെ നമ്മൾ നേരിടുന്നത്. പഞ്ചായത്താണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഒരു ബൂത്തിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. അതും നമ്മുടെ തിരുവല്ലയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ണൂർ പ്രദേശങ്ങളൊക്കെ. നമുക്കത് ഞെട്ടലായിരുന്നു ആദ്യം. പിന്നീട് ഞങ്ങളത് ഫേസ് ചെയ്തു. ഞങ്ങൾ 9 പേരും ഒന്നിച്ച് തന്നെ നിന്നു. മറ്റു വീടുകളിൽ മുഴുവൻ കയറിയിട്ടേ പോവുകയുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഒരെണ്ണത്തിനെയും പുറത്തിറക്കത്തില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ മണ്ഡലത്തിലെ നേതാക്കന്മാരെ അറിയിച്ചു. അവരുടൻ തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ ബാലൻസ് ഉള്ള ഒരു 15 വീടോളം ഉണ്ടായിരുന്നു. ആ 15 വീടും കവർ ചെയ്തു. അപ്പോഴും അവരവിടെ ഞങ്ങളെ തടഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ വീടുകളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. എല്ലാവരും നിങ്ങൾ വോട്ട് ചോദിക്കാനല്ലേ വന്നത്, അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വന്ന കാര്യം നിങ്ങൾ ചെയ്തോളാൻ എല്ലാ വീട്ടിൽ നിന്നും അവർ പറഞ്ഞു. പിന്തുണയുണ്ടായി, നല്ല പിന്തുണയായിരുന്നു. കാരണം ഒരു വീട്ടിൽ നിന്ന് പോലും അല്ലെങ്കിൽ നമ്മളോട് പറയണം, നിങ്ങൾ ഇവിടെ പ്രശ്നം നടക്കുന്നു, ഇറങ്ങിപ്പോകാൻ പറയണം. പക്ഷെ അങ്ങനെ ഒരു മനോഭാവം ഒരാൾക്ക് പോലും ഇല്ലായിരുന്നു. എല്ലാവരും സ്വാഗതാർഹമായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നതിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങുന്നുണ്ട്. 3 മണിക്ക് ശേഷം ഇറങ്ങുകയാണ്. കാരണം ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയ ഒരു പ്രദേശമാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് അറിയുന്നത് അരുണാണെന്നും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെന്നും. നിയമം അറിയാവുന്ന ഒരു വ്യക്തി, ജനാധിപത്യ വിശ്വാസി. അപ്പം ജനങ്ങളുടെ എങ്ങനെ ഇടപെടണം, സാധാരണക്കാരോട് എങ്ങനെ ഇടപെടണമെന്ന് യാതൊരു രീതിയിലും അദ്ദേഹത്തിന് ബോധ്യമില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. വനിതകളോട് ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ അവിടുത്തെ BJP പ്രവർത്തകരായിട്ടുള്ളവരോട് ഇവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്, അവിടുത്തെ സാധാരണക്കാരോട് ഇവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. ചുമത്രയെക്കുറിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ഞങ്ങളുടേത് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ നടത്താനും, അതുപോലെ BJP-യിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകളെ 2 കൈ നീട്ടി BJP സ്വീകരിക്കാനും ഇപ്പോൾ തയ്യാറാണ്. വീണ്ടും അവിടെ തന്നെ പ്രവർത്തനം ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി ഗ്രാമമാണോ?
പാർട്ടി ഗ്രാമം തന്നെയാണ്. ചുമത്ര. അതെ, ഉം. അവരങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, അവരുടെ പാർട്ടി ഗ്രാമമാണെന്നാണ്. അങ്ങനെ സംഭവമില്ലല്ലോ. അവർ പറയുന്നത് ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങളുടെയാണ്, CPM-ൻ്റെ ആണ്, ഇവിടെ പുറത്തുനിന്ന് ആർക്കും വരാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ വന്ന് കയറാൻ പറ്റില്ല, ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ തന്നെ നിരന്തരം ഇവിടെ കയറത്തുള്ളൂ, ഞങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്, അവിടെയാണ് ഞങ്ങൾ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരങ്ങൾ. പക്ഷേ നമ്മൾ ആ ആണുങ്ങളെക്കാട്ടിലും കഷ്ടമായിട്ടാണ് അവിടുത്തെ ഒരു വാർഡ് കൗൺസിലർ സംസാരിച്ചത്. അവരൊരു കൗൺസിലറായിട്ടിരിക്കുന്ന വനിതയാണ്. അപ്പോൾ അവർ അറിഞ്ഞിട്ടായിരിക്കാം ഞങ്ങൾ അവിടെ ചെന്നത്, അറിഞ്ഞുകൊണ്ട് വന്നതാണെന്നുള്ള രീതിയിലാണ് സംസാരം. ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നതാണ്, നമ്മൾ വീട് കയറി വോട്ട് അഭ്യർത്ഥിച്ചു, അതിവിടെ പറ്റത്തില്ല വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട്, നിങ്ങൾ പുറത്ത് പോകണം, ഇവിടെ ഞങ്ങളുണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും വോട്ട് ചോദിക്കാനും, പക്ഷേ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് വോട്ട് ചോദിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വോട്ടല്ലേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ലല്ലോ, ഒരു വോട്ട് ചോദിക്കാനുള്ള മൗലിക അവകാശം ഞങ്ങൾക്കുണ്ട്, അത് പറ്റത്തില്ല. അപ്പം ഇവർ പറഞ്ഞ വാർഡ് കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരുമാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി വർക്ക് ചെയ്താൽ മതി, ഇവിടെ പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞു അനൂപ് ആന്റണി ഒരു വാർഡിലല്ല മത്സരിക്കുന്നത്, അദ്ദേഹം തിരുവല്ല നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്, അപ്പം നിയോജക മണ്ഡലത്തിൽ എവിടെയും വർക്ക് ചെയ്യാനുള്ള അവകാശം അധികാരം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് വന്ന കാര്യം സാധിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും, ഞങ്ങൾ ആൾക്കാരെ കാണും, അഭ്യർത്ഥന നമ്മൾ കൈമാറുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങളെ മോശമായ രീതിയിൽ നിങ്ങൾ അലവലാതി പെണ്ണുങ്ങളെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അത് ശരിക്കും ഒരു വാർഡ് കൗൺസിലർക്ക് പറ്റിയ രീതിയേ അല്ല. അവരെ ശരിക്കും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ജനങ്ങൾ തന്നെ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് അങ്ങനെയൊക്കെ ഉള്ളവരെ ജനപ്രതിനിധികളാക്കുക എന്നുള്ളത്. കാരണം ഒരു സാമാന്യ മര്യാദയുള്ളവർ വേണം ഒരു ജനപ്രതിനിധിയാകാൻ, ആ രീതിയിൽ സംസാരിക്കണം. അവർ ആ രീതിയിലല്ല നമ്മളോട് ഇടപെട്ടത്. പിന്നെ അരുൺ എന്ന് പറയുന്ന വ്യക്തി ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ളവരും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു അഡ്വക്കേറ്റ് കാണിക്കുന്ന മര്യാദയല്ല അദ്ദേഹം കാണിച്ചത്. എങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടതെന്ന് പോലെയുള്ള മര്യാദ അദ്ദേഹം നമ്മളോട് കാണിച്ചില്ല. നമ്മൾ അദ്ദേഹത്തോടും പറഞ്ഞു ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഇവിടെ പ്രശ്നത്തിന് വന്നതല്ല, നമ്മൾ അഭ്യർത്ഥന മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഇഷ്ടമുണ്ടെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്താൽ മതി, ചോദിക്കാനുള്ള അവകാശം നമുക്കില്ലേ, ആ ഒരു അവകാശം മാത്രമേ നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് അവിടെ വിഷയങ്ങളുണ്ടായത്. നമ്മൾ അതിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചു. ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല അല്ലേ? ഭയമുണ്ടായിരുന്നോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം ഞങ്ങൾ അനൂപ്ജിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയൊരു പ്രവർത്തകരാണ് നമ്മൾ, മഹിളാ മോർച്ചയുടെ മണ്ഡലത്തിൻ്റെ പ്രവർത്തകരാണ്. ഭയമൊന്നുമില്ലായിരുന്നു, അവർക്കായിരുന്നു ഭയമായിട്ട് തോന്നിയെന്ന് തിരിച്ച് അവസാനം വന്നപ്പം അവർ നമ്മളെ പേടിപ്പിക്കാൻ വന്നതാണ്, പക്ഷെ നമ്മൾ പേടിക്കുന്നില്ല എന്ന് വന്നപ്പം അവർക്കൊരു നാണക്കേടായിപ്പോയി ആ പുള്ളിക്ക്. അതിൻ്റെ ഒരു ബാക്കി ഫലമായിട്ടാണ് പുള്ളി ബാക്കി നമ്മളോട് ഈ കിടന്ന് ചൂടായത്. പക്ഷെ പറഞ്ഞത് മൊത്തം ഒത്തിരി നമ്മളെ വേണ്ടാത്ത വർത്തമാനങ്ങൾ ഒത്തിരി നമ്മളെ പറഞ്ഞിരുന്നു. വധഭീഷണി നമ്മുടെ കൂടെ വന്ന ആളോട് മുഴക്കിയിരുന്നു, നമ്മളോടും മുഴക്കിയിരുന്നു. ഇന്ന് തന്നെ അതിനൊരു മറുപടി കൊടുക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ അവിടുത്തെ തന്നെ ഒരു പ്രവർത്തകൻ രാജേഷ് എന്ന് പറയുന്ന പയ്യനാണ് നമ്മുടെ ഒപ്പം വന്നത് വീടുകൾ കാണിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് തന്നെ അതിനുള്ള മറുപടി ഞങ്ങൾ കൊടുക്കും. അതിൻ്റെ കോളറിന് പിടിക്കുകയൊക്കെ ചെയ്തു, കൊങ്ങായ്ക്ക് പിടിക്കാൻ ഓടി ചെന്നു. അപ്പം ഞങ്ങൾ തന്നെയാണ് ഒടുവിൽ ആ പ്രവർത്തകനെ അവിടെ നിന്ന് മാറ്റിയത്. ഞങ്ങൾ പറഞ്ഞു പൊക്കോ, ഞങ്ങൾ വീട് കയറിക്കോളാം, ഇത്ര വീടും കൂടെ അല്ലേ ഉള്ളൂ, ഞങ്ങൾ കയറിയിട്ട് വന്നോളാം. പക്ഷേ ഇവരിവിടുന്ന് മാറിയിട്ടില്ല, ഞങ്ങളെ എന്തോ ചെയ്യുമെന്നുള്ള കരുതിക്കൂട്ടി നിൽക്കുമായിരുന്നു. പക്ഷേ അപ്പോഴത്തേനും പോലീസുകാർ വന്നു, SI ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെത്തി ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് മുകളിലോട്ട് കയറി ചെയ്തോളാൻ പറഞ്ഞു. നമുക്കിപ്പം പോലീസ് പ്രൊട്ടക്ഷൻ നമ്മളവിടെ ഇറങ്ങുന്നതിന് വാങ്ങിച്ചിട്ടുണ്ട്. DYSPക്ക് നേരിട്ട് പരാതി ഇന്നലെ വൈകിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കാരണം ഒരു സഞ്ചാര സ്വാതന്ത്ര്യം, സ്ത്രീകളോട് പെരുമാറേണ്ട രീതികളും അസഭ്യവും എന്ന് പറയുന്നത് ഏറ്റവും സ്ത്രീകൾക്ക് ഏറ്റവും എതിരെ മോശമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു സാധാരണക്കാരനല്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് സ്വീകരിച്ചു ഇന്നലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. DYSP കേസെടുത്തിട്ടുണ്ട്. FIR-ൻ്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ തരും, നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞങ്ങൾ അതിനല്ലേ യൂണിഫോം ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഏതായാലും ചുമത്ര ഭാഗത്താണ് ഇത്തരത്തിൽ BJPയുടെ മഹിളാ മോർച്ച പ്രവർത്തകരെ ഭവന സന്ദർശനത്തിന് അനുവദിക്കാത്തത്. എന്നാൽ അവർ ആ വീടുകളിലെല്ലാം തന്നെ ഭവന സന്ദർശനം നടത്തിയതിന് ശേഷമാണ് മടങ്ങിയത്. ഒപ്പം ഇവരെ തടഞ്ഞവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, തിരുവല്ല.